എനിക്ക് ഇപ്പോൾ പ്രായം എന്തായാലും 40 above ആയി. പക്ഷേ എൻ്റെ പ്രായം തീരുമാനിക്കുന്നത് സാധാരണ ആൾക്കാർ പറയാറുണ്ട് ഏജ് ഈസ് ഏജ് ഓൾവേസ്. പക്ഷെ നമ്മുടെ മനസ്സിന് കുറേ പ്രാധാന്യമുണ്ട് ഏജുമായിട്ട്. മനസ്സിൽ യുവത്വം നിലനിൽക്കണമെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ യുവത്വം ഇന്നും നിലനിൽക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന ഉത്തരവാദികൾ മറ്റാരുമല്ല, എൻ്റെ വിദ്യാർത്ഥികൾ തന്നെയാണ്, മൈ സ്റ്റുഡൻസ്. കാരണം ഞാൻ ഒരു ദിവസം എന്തായാലും ഒരു 10 മണിക്കൂറോളം എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒപ്പമാണ്. അപ്പോൾ സ്റ്റുഡൻസുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് കുറേ നമ്മളിലേക്ക് വരുന്നുണ്ട്. നമ്മൾ അവരെ പോലെ ആകാൻ ശ്രമിക്കും. അവരെന്തൊക്കെ ആക്ടിവിറ്റീസിലൂടെയാണ് അവർ ഓരോ ദിവസം കടന്നു പോകുന്നത്, അതിൽ നമ്മൾക്കൊരു പങ്കുണ്ട്. അപ്പോൾ മിക്കവാറും അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ താല്പര്യമാണ്, എന്നും യങ്ങായിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ മനസ്സിലൊരു യുവത്വം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേപോലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ കൂടുതലും ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ടീച്ചിങ് ഫീൽഡിലായിട്ട് 10-15 വർഷം കഴിഞ്ഞു. ഇന്നും ഞാൻ മുമ്പ് പഠിപ്പിച്ചു പോയ വിദ്യാർത്ഥികളോട് എനിക്ക് ഇന്നും ഐ ആം സ്റ്റിൽ ഇൻ ടച്ച്. So why they are still in touch? Because the way I interact with them is like that. So and my age is my students. That I am always proud to tell anyone. Thank you. Mr. Johnson, I think you must be in the teaching field for more than 40 years, right? Absolutely, you are right. Because I have seen you in the teaching field for nearly 15 years. Exactly. How come you found so young and energetic, sir? Please explain. Of course, I'm very happy to answer to your question. This is something that I was thinking of always. How come I can remain like this? But honestly speaking, my age is my students. You know, in a day almost nearly 10 hours, I'm with my students. സോ ഇന്നത്തെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ സ്റ്റുഡൻസിനെ പോലെ അല്ല. പഴയകാലത്ത് നമ്മൾ ഒരു ട്രഡീഷണൽ വേ ഓഫ് ടീച്ചിങ്ങും ടീച്ചേഴ്സും സ്റ്റുഡൻസുമായിട്ടുള്ള ബന്ധവും ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ സ്റ്റുഡൻസ് അങ്ങനെയല്ല. അവരുടെ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നില്ലെങ്കിൽ സ്റ്റുഡൻസ് നമ്മുടെ അടുത്തേക്ക് വരില്ല. സോ വി ആർ സപ്പോസ് ടു ബി വെരി ഫ്രണ്ട്ലി വിത്ത് ദം. വെൻ വി ആർ ഫ്രണ്ട്ലി, സ്റ്റുഡൻസ് വിൽ ഓൾസോ കം ക്ലോസർ ടു us. പിന്നെ നമ്മൾ എന്തുമാത്രം അവരുടെ ലെവലിലേക്കും അവരുടെ വൈബിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത്രമാത്രം കുട്ടികൾ നമ്മളെ റെസ്പെക്ട് ചെയ്യും. നമ്മുടെ കുട്ടികളോട് പെരുമാറുന്ന എങ്ങനെയാണോ അതനുസരിച്ചാണ് കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ബലം പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികളുടെ ലെവലിലേക്ക് ഇറങ്ങി ചെല്ലണം. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണെങ്കിലും അബുദാബിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ക്യാമ്പസിന്റെ ഒരു വൈബ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. ആ ക്യാമ്പസിന് ഒരു വൈബുണ്ട്. ആ വൈബിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൽ നിന്നും അവർ അതേപോലത്തെ ഒരു വൈബാണ് പ്രതീക്ഷിക്കുന്നത്. ഈവൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പിക്നിക്കിനൊക്കെ പോകുമ്പോൾ തന്നെ ടീച്ചേഴ്സിനെ അവർ സെലക്ട് ചെയ്യുന്നത് അവരുമായിട്ട് പോകുമ്പോൾ അവരുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ടീച്ചേഴ്സിനെ അവർ സെലക്ട് ചെയ്യും. എന്ന് വെച്ചാൽ എല്ലാവരും അതേ വൈബിലേക്ക് സഞ്ചരിക്കുന്ന ടീച്ചേഴ്സാണ് ഞങ്ങളുടെ ക്യാമ്പസിലുള്ളത്. മനസ്സിലായോ? പണ്ട് 2016 തൊട്ട് പഠിപ്പിച്ച കുട്ടികൾ ഇപ്പോഴും എൻ്റെ കോണ്ടാക്റ്റിലുണ്ട്. വൈ ദേ ആർ സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് മീ? ബിക്കോസ് the way I interact with them is totally different. I always keep in touch with every student, and whenever, not always, I don't say that every now and then I'm keeping in touch with them, but when situation demands, I always contact them and they also contact in return. So honestly speaking, my age is determined by my students. Understand? Thank you.